10 പേരടിച്ച് ഞാൻ 2 പേര് ചത്തു. അത് ചെകുത്താനാണ്. അവനൊഴിവാക്കുക ദയവ് ചെയ്ത് പ്ലീസ്. നമ്മുടെ അമ്മയപ്പനൊക്കെ കിടന്ന് കരയാണ്. ഞാൻ എല്ലാ ദിവസം എത്ര അമ്മയപ്പനാണ് എന്റെ അടുത്ത് വന്ന് കാല് പിടിക്കുന്ന മക്കൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. സിന്തറ്റിക് ഡ്രഗ് 10 പേരടിച്ച് കഴിഞ്ഞാൽ 2 പേര് ചത്തു പ്ലീസ്. അപ്പോ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ. പ്രശസ്ത റാപ്പർ വേടനും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിൽ. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് വേടനെയും 9 സുഹൃത്തുക്കളെയും 5 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത്. ഇന്നലെ പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിരുന്നു. മയക്കുമരുന്ന് കേസിൽ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഇന്നും നടന്നു. മലയാളം വിനോദ വ്യവസായത്തിൽ ലഹരി ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ആക്ടിവിസ്റ്റ് ശ്രീ രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ് ശ്രീ ദിനു വെയിൽ, ഒപ്പം CPM-നെ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ SK സജീഷ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, മുൻ SP ആയ സുഭാഷ് ബാബു, മുൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്രീ ചിറക്കര മധു, അധ്യാപികയായ MA ദേവിക തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ SK സജീഷ്, ഇന്നലെ 2 പ്രമുഖരായ സംവിധായകരെ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും അറസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് വേടനെയാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട്, ആലപ്പുഴ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ സജീവമായി പുരോഗമിക്കുകയുമാണ്. ഇത് വളരെ ബോധപൂർവം ഇതിൻ്റെ ഏറ്റവും പ്രശസ്തരായ ഉപയോക്താക്കളെ തന്നെ ആദ്യം വെളിപ്പെടുത്തുക എന്ന നിലയിലുള്ള ഒരു ഓപ്പറേഷനാണോ? മയക്കുമരുന്ന് മാഫിയ എവിടെയൊക്കെ വേരാഴ്ത്തിയാലും അതിനെയൊക്കെ പിഴുത് കളയാൻ മാത്രമുള്ള ശേഷി ഇവിടെ അന്വേഷണ സംവിധാനങ്ങൾക്ക്, എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കുണ്ടോ? തീർച്ചയായും കേരളത്തിൽ അതിനുള്ള വലിയൊരു പരിശ്രമവും ഇടപെടലുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി നല്ല ഇടപെടലാണ് എക്സൈസും പോലീസുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് എന്നതല്ല, അവർ എത്രമാത്രം പ്രശസ്തരാണ് എന്നതല്ല പ്രശ്നം. ഏത് മേഖലയിലുള്ളവരായാലും ഏത് സെലിബ്രിറ്റികളായാലും ശരി, സമൂഹത്തിന് അപകടകരമായ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായി അവർ കടന്നു വരുമ്പോൾ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അവരെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനും അവസാനിപ്പിക്കാനും അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാനും എല്ലാമുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഏതാണ്ട് 120ഓളം പേരെയാണ് ഇതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ഓപ്പറേഷൻ ഡി ഹണ്ട് ആരംഭിച്ചതിന് ശേഷം ഇങ്ങനെ നിരവധിയായ കേസുകൾ ദൈനംദിനമായി എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്നു, ശക്തമായ നടപടി സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ ക്യാമ്പയിനും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആരായാലും ശരി, എത്രമേൽ പ്രശസ്തരാണ് എന്ന് പറഞ്ഞാലും ശരി, അവരോടെല്ലാം ഒരു ദാക്ഷിണ്യവുമില്ലാത്ത കർശനമായ നിലപാട് സ്വീകരിക്കും എന്നതാണ് ഗവൺമെന്റ് നിലപാട്. അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീ ചിറക്കര മധു, 5 ഗ്രാം കഞ്ചാവാണ് ഈ വേടനും മറ്റ് 9 പേരും താമസിച്ച റൂമിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ കഞ്ചാവിന്റെ ഉപയോഗം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേസിന്റെ ദാർഢ്യം ഇരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. ഇന്നലെ 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് 2 പ്രമുഖരായ സംവിധായകരുടെ ഫ്ളാറ്റിൽ നിന്ന് എറണാകുളത്ത് പിടികൂടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഷൈൻ ടോമിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഇത് എത്രമാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ എത്രമാത്രം ശക്തമായ കേസാണ് എന്ന ആംഗിൾ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ പിടികൂടപ്പെട്ട മയക്കുമരുന്നിന്റെ അളവ് തുലോം കുറവായതുകൊണ്ട് തന്നെ NDPS ആക്ട് അനുസരിച്ച് ഇവർക്ക് അത്ര വലിയ വളരെ റിഗ്രസ് ആയിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരില്ല എന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നു. ഒപ്പം മറ്റു പല കേസുകൾ ഇപ്പോൾ വേടനെതിരെ ചുമത്തുന്നുണ്ട്. അതിന്റെ സാങ്കത്യം വേറെ പരിശോധിക്കേണ്ടതാണ്. NDPS കേസുകളെ മാത്രം എടുത്തു നോക്കിയാൽ 5 ഗ്രാം കഞ്ചാവുമായി പിടികൂടപ്പെട്ട ഈ അവസ്ഥയുടെ അല്ലെങ്കിൽ ഈ കേസിന്റെ തുടർ നടപടി എന്താകും? നമ്മളതിനകത്ത് കേസിന്റെ 5 ഗ്രാം എന്നുള്ളതല്ല നമ്മളതിനകത്ത് ഇപ്പോഴത്തെ കേസിനകത്ത് പ്രസക്തിയാവുന്നത്. കാരണം നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് കേടുവന്നു പോയാൽ 2-3 കുട്ടികളാണ് അതിനകത്ത് തന്നെ പ്രാരാബ്ധത്തിൽപ്പെടുന്നത്. ഒരു അധ്യാപകനാണെങ്കിൽ ചിലപ്പോൾ 1000 കുട്ടികൾ ഇരകളാക്കപ്പെടാം. ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫാൻ ബേസ് ഉള്ളവരാണ്. ലക്ഷക്കണക്കിന് ഫാൻ ബേസ് ഉള്ള ഇവര് കേടുവന്നാൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേടുവരുന്നത്. അപ്പോൾ 1 ഗ്രാമോ 5 ഗ്രാമോ എന്നുള്ളതല്ല പ്രശ്നം. അവരെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ NDPS ആക്ട് വളരെ കർശനമായ ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമമാണ്. പക്ഷേ ഈ 5 ഗ്രാം 10 ഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ യൂസേഴ്സ് എന്നാണ്, കൺസ്യൂമേഴ്സ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ പലതവണ കേന്ദ്ര ഗവൺമെന്റിലേക്ക് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്.
നമുക്ക് തന്നെ അറിയാവുന്ന എത്രയെങ്കിലും തവണ നമ്മൾ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് കൊടുത്താണ് ഈ നിയമത്തിലെ ഈ ലൂപ്പ് ഹോൾസ് മാറ്റണം, ഈ പറയുന്ന ചെറിയ ശിക്ഷയുള്ള ആ സെക്ഷനുകൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കേന്ദ്ര ഗവൺമെന്റ് ഇത് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അപ്പൊ അതിനകത്ത് ശിക്ഷയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ജാമ്യം കൊടുത്തു എന്നുള്ളതോ അല്ല, ഇത്തരത്തിലുള്ളവർ പോലും പിടിയിലാകുന്നു എന്ന് ചെറുപ്പക്കാർ ധരിക്കുമ്പോഴത്തേക്ക് അതിനെതിരായിട്ടൊരു മനോഭാവം അവരിൽ ഉണ്ടാവണം. പിന്നെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഞാൻ ഇതിനകത്ത് ശുഭമായി കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ളവരെ കുറിച്ച് വിവരം നൽകുന്ന അവരുടെ കൂടെ ഉള്ളവർ തന്നെയായിരിക്കും. അപ്പൊ അതിനവർ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ സൂചനയാണ്. അത് സിനിമയിൽ തന്നെയും കഴിഞ്ഞ ദിവസം സംവിധായകരെ പിടികൂടിയപ്പോൾ കൃത്യമായും സിനിമയ്ക്കുള്ളിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. ഇത് വളരെ നല്ല ഒരു മാറ്റമാണ് ഞാൻ കരുതുന്നു. ശരി, ശ്രീ ദിനുവയിൽ, നമ്മുടെ കാലത്തെ ഈ സമീപകാലത്ത് ഏറ്റവും സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള റാപ്പറാണ് വേടൻ. അദ്ദേഹത്തിന്റെ പാട്ടിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുക എന്ന് പറയുന്നത് അത് ഒരു നിയമപ്രശ്നമാണ്. അദ്ദേഹം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയാളം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആളുകളും സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിനെ കേസായി കാണുകയും വേടന്റെ പാട്ടിന്റെ പൊളിറ്റിക്സ് അതായി കാണുകയും ചെയ്യുക എന്നുള്ളതല്ലേ സാമാന്യമായി സ്വീകരിക്കേണ്ട ഒരു സമീപനം? ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് നിന്ന്, അതായത് സമൂഹത്തിൻ്റെ അകത്ത് പ്രബലരായിട്ടുള്ള സോഷ്യൽ ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഇൻഡിവിജ്വൽ സീസിങ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ പരിഹാരങ്ങൾ കുറച്ചുകൂടെ ദൂരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ വളരെ കൃത്യമായ ഒരു സോഷ്യൽ ഡിസീസ് ആയിക്കൊണ്ട്, ഒരു സാമൂഹ്യ രോഗമായിക്കൊണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു ആത്യന്തികമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം, അതായത് സ്റ്റിമുലൻസ് എന്ന് പറയുന്ന രീതിയിൽ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗുകൾ, ഡിപ്രസൻസ് എന്ന രീതിയിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ കുറയ്ക്കുന്ന ലഹരികൾ, ഹാലോസിനോജിൻസ് എന്ന് പറയുന്ന തരത്തിലുള്ള നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റികളെയൊക്കെ മാറ്റിമറിക്കുന്ന, കാഴ്ചകളെ മാറ്റിമറിക്കുന്ന ഡ്രഗുകൾ, കാനബീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വേടൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഡ്രഗുകൾ, ഓപ്പിയറ്റ്സും ആർട്ടിഫിഷ്യൽ സിന്തറ്റിക്സും അടങ്ങുന്ന വളരെ വലിയൊരു മാർക്കറ്റ് എക്കണോമി ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത്തരം ഡ്രഗ് പെഡലേഴ്സ് ആയിട്ടുള്ള ആളുകളെ, ഡ്രഗിൻ്റെ വ്യാപകമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകളെ, വിദ്യാലയങ്ങൾക്കകത്തേക്ക് വരെ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകളെ, ഇത്തരത്തിലുള്ള ഒരു വലിയ ലഹരി മാഫിയയെ കൂടെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രധാനമായി ഇത്തരം ഒരു അഡിക്ഷന് 3 തലങ്ങളിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത് ഒരു ഡ്രഗ് കൾച്ചറിനകത്ത്. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യൽ ഫേസിനകത്ത് ഒരുപക്ഷെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങളുടെ പുറത്തോ ഒരു വ്യക്തി ഏറ്റവും ആദ്യമായി ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ടെസ്റ്റിംഗ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അത്തരമൊരു ഫേസിൽ ഒരു പക്ഷേ ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ്ങുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ, സാംസ്കാരിക സംഘടനകളുടെ, ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലൊക്കെ തന്നെ കൃത്യമായൊരു ബോണ്ട് സമൂഹമായി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിംഗ് ഓഫ് ടോളറൻസ് ലെവലിൽ തന്നെ നമുക്ക് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് റെഗുലർ ഇൻടേക്ക് ഓഫ് ഡ്രഗ്സ് ആണ്. ഇത്തരം മിഡിൽ ഫേസ് എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസറുകളായിക്കൊണ്ട് ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ പിന്നാലെ പോകുന്ന ഫേസാണ് ഇത്. ഇത്തരം ഫേസുകൾക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സൗജന്യമാകണം, അത് ആക്സസിബിൾ ആകണം, അത് സ്റ്റിഗ്മ ഇല്ലാതെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതുമാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു ഫേസാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അഡിക്ഷൻ എന്ന് പറയുന്ന വളരെ തീവ്രമായിട്ടുള്ള ഒരു ഫേസ്. അവിടെ 2 തരത്തിലാണ് അഡിക്ഷൻ വരുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അഡിക്ഷൻ, ഡ്രഗിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ഡ്രഗിനെ കുറിച്ച് ചിന്തിക്കാതെ ദൈനംദിന ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റാത്ത ആവുക എന്നുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യാത്ത ഫിസിക്കൽ ഫേസിൻ്റെ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ഇത്തരം ഫേസിലൂടെ കടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ എങ്ങനെയാണ് സമൂഹം ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടെ ഉയർത്തേണ്ടതുണ്ട്. ഇവരെ നിരന്തരം നമ്മൾ പ്രശ്നക്കാരായിക്കൊണ്ടും കുറ്റാരോപിതരുമായി നിർത്തുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഇതൊന്ന് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് മാതൃകാപരമായ ഒരു കാര്യം ആ നാട്ടുകാർ ചെയ്തത്. അവർ വളരെ കൃത്യമായി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേഷന് വേണ്ടി ആ നാട്ടുകാർ ചേർന്നുകൊണ്ട് പണം പിരിച്ചുകൊണ്ടാണ് അവരെ റീഹാബിലിറ്റേഷന് വേണ്ടി മാറ്റിയത്. നമ്മൾക്ക് മുന്നിലുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രഗ് യൂസേഴ്സ് ഡിസോർഡർ ഉണ്ട്. UN ഓഫീസ് ഓഫ് ഡ്രഗ്സും
ഡ്രഗ് യൂസേഴ്സും WHO ചേർന്ന് തയ്യാറാക്കിയുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അതിനടുത്ത് അവർ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഡ്രഗ് യൂസേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് അഡിക്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നിരന്തരമായ സോഷ്യൽ സപ്പോർട്ട് നൽകിക്കൊണ്ട് മാത്രമേ ഈ മനുഷ്യരെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന്. അപ്പൊ ഇവരെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്, മറിച്ച് റീഹാബിലിറ്റേഷനും പ്രോപ്പർ സപ്പോർട്ടുമാണ് ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി നമ്മൾ നൽകേണ്ടത്. കുറ്റക്കാരായി മാത്രം ഇവരെ നിലനിർത്തി കഴിഞ്ഞാൽ പ്രശ്നം അവസാനിക്കുകയില്ല. തീർച്ചയായും റീഹാബിലിറ്റേഷൻ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഈശ്വർ നമ്മുടെ കാലത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള റാപ്പറാണ് വേടൻ, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ സബാൾട്ടേൺ പെർസ്പെക്റ്റീവുകൾക്ക് വലിയ സ്വീകാര്യതയും സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുവാചകരായി എത്തിയ യുവാക്കളോട് സിന്തറ്റിക് ഡ്രഗുകൾ നിങ്ങൾ ഉപയോഗിക്കരുതേ, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന 10ൽ 2 പേരും മരിക്കുകയാണ്, അച്ഛനമ്മമാർ എന്നോട് ഇത് പറഞ്ഞ് കരയുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ അത് വലിയ ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിലപാടെടുത്തിട്ടുള്ള ഒരാളിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നത് സ്വാഭാവികമായും വളരെ വിഷമത്തോടു കൂടിയേ സൊസൈറ്റി കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം അത് തെറ്റാണ് എന്ന് ബോധ്യമുള്ള ആളുകളുടെ ഇടയിലും വ്യാപകമാണ് എന്നതിന്റെ സൂചനയായി അതിനെ കാണണോ? വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ സ്ഥിരമായി ശ്രീ ദിനുവിനോട് വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദിനു ഇപ്പോൾ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അത്തരത്തിലുള്ളൊരു സമീപനമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഡ്രഗ് യൂസേഴ്സിനെ വില്ലന്മാരായിട്ടല്ല വിക്ടിംസ് ആയിട്ടാണ് കാണേണ്ടത്. അവരും ഡ്രഗ്സിന്റെ ഇരകളാണ്. വേടനെ ട്രോൾ ചെയ്യാനാണ് പലർക്കും താല്പര്യം. വേടൻ മുമ്പ് പറഞ്ഞത് വെച്ച് ഇതിനെ ട്രോൾ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരു പക്ഷേ വേടനും അതിൽ പെട്ടുപോയതായിരിക്കാം. വേടന്റെ രാഷ്ട്രീയത്തോട് ബഹുമാന പുരസ്സരം വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാലും വേടനെ ശക്തമായി സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കൂടുതൽ അവസരങ്ങൾ നൽകാനും ചേർത്ത് പിടിക്കാനുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് നോക്കേണ്ടത്. തീർച്ചയായും വേടന് ക്ഷമ ചോദിക്കണം, പൊതുസമൂഹത്തോട് തെറ്റേറ്റു പറയണം, അല്ലെങ്കിൽ വേടന് എന്താ പറയുന്ന നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ കൊടുക്കണം. നമ്മൾ ഇവരെ കാണേണ്ടത്, നമുക്ക് ആരെങ്കിലും ഈ ഡ്രഗ്സിൽ പെട്ടുപോയാൽ അവരെ ട്രോളാനും അധിക്ഷേപിക്കാനും തെള്ളിക്കളയാനും നമ്മൾ ഹോളിയർ ദാൻ ദോ, അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ളവരെ കാട്ടി പവിത്രമാണ് എന്ന് പറയാൻ ഒരു അവസരമായിട്ടല്ല. പകരം നമ്മുടെ ഒരു സഹോദരന് പറ്റിയാൽ എന്ത് പറ്റും? താങ്കളുടെ ഒരു സഹോദരനെ ഈ ഡ്രഗ് കേസിൽ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെയാണ് വേടനോടും ഷൈൻ ടോൺ ചാക്കോയോടും അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാഥ് ഭാസിയോടും അല്ലെങ്കിൽ ഖാലിദ് റഹ്മാനോടും നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്നൊരു ക്യാൻസറാണ്. അപ്പോൾ ഒരു രോഗിയോടോ അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട വ്യക്തിയോട് പൂർണ്ണമായ അനുകമ്പയോടുകൂടി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പൊതുമണ്ഡലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. കാര്യം വേടനടക്കമുള്ള പല ആൾക്കാർക്കും ഇനി മനസ്സിൽ മടിയുണ്ടാകും, ചമ്മലുണ്ടാകും, അല്ലെങ്കിൽ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് ഉണ്ടാകും. അവരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കൂ, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നോക്കൂ. സഞ്ജയ് ദത്തിന്റെ തിരിച്ചുവരവ് നമ്മൾ ഏറ്റവും ആഘോഷിക്കേണ്ടതാണ്. ഇന്ന് ഡ്രഗ്സിനെതിരെ ഏറ്റവും നല്ല ക്യാമ്പയിനർ സഞ്ജയ് ദത്താണ്. രൺബീർ കപൂർ ആകട്ടെ, ഫർദീൻ ഖാൻ ആകട്ടെ, ഇവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹം ഏറ്റെടുക്കണം. ട്രോളി അകറ്റാനോ കളിയാക്കി അധിക്ഷേപിച്ച് അകറ്റാനോ അല്ല. നമ്മുടെ ജാതി, മതം, രാഷ്ട്രീയം ഇതെല്ലാം മാറ്റിവെച്ച് ഡ്രഗ്സിൽ പെട്ടുപോകുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഉദാത്തമായ ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ തന്നെയാണ് പോർച്ചുഗലിൽ ഡിസ്വേഷൻ കമ്മീഷൻ ഉണ്ട്, കാനഡയിൽ ഗുഡ് സമരിറ്റൻ ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ സമീപനങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരെ പിടിച്ച് ഏതെങ്കിലും അടച്ചധിക്ഷേപിച്ച് തെള്ളുക എന്നൊരു സമീപനം മാറ്റി ഇവരെ റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്. ഒറ്റ കാര്യം കൂടെ ഓർച്ചയായി, മത്തായി സുവിശേഷം മനോഹരമായി പറയുന്നുണ്ട്, ഒരുവന് 100 ആടുകളുണ്ട്, ഒരു ആട് കൂട്ടം തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? 99 ആടുകളെ സേഫാക്കി നിർത്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആടിനെയാണ് ഇടയൻ തിരയുന്നതെന്ന് യേശുക്രിസ്തുവിന്റെ വചനമുണ്ട്. ആ ആട്ടിടേന്റെ മനസ്സ് അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ മനസ്സാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ഇവരെല്ലാം തിരിച്ചു വരട്ടെ. വേടൻ ഇനിയും വന്ന് ഒരുപാട് നല്ല റാപ്പ് സോങ് ചെയ്യട്ടെ. ഡ്രഗ്സിനെതിരെ ശക്തിയുക്തം കൂടുതൽ ശക്തിയോടെ വരട്ടെ. ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഖാലിദ് റഹ്മാനും അല്ലെങ്കിൽ പിടിക്കപ്പെട്ട മറ്റു പലരും തിരിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഡി ഹണ്ട് സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ പ്രശസ്തരായ ആളുകൾ മയക്കുമരുന്ന് കേസിൽ പിടികൂടപ്പെടുമ്പോഴാണ് അതിന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവുക, ചർച്ച ഉണ്ടാവുക എന്നുള്ളത് ഒരു സാധാരണ കാര്യം മാത്രമാണ്. ഇവിടെ ഈ മയക്കുമരുന്ന് പിടികൂടുന്നതിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നില്ല. പ്രമുഖരായ നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ പ്രമുഖരായ ആളുകൾ തന്നെ ഇക്കാര്യത്തിൽ വരുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ഇളവും കൊടുക്കാതെ വളരെ കർശനമായ നടപടികളും നിലപാടുകളും അക്കാര്യത്തിൽ ഉണ്ടാവുന്നു. മുഖം നോക്കാതെ, ആരാണെന്ന് നോക്കാതെ ആക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുന്നു.
തീർച്ചയായിട്ടും. കാരണം മുമ്പില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി ഈ ഡ്രഗ്സ് മാഫിയകളും ഡ്രഗ്സിൻ്റെ ഉപയോഗവും സമൂഹത്തെ ഗ്രസിച്ചു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇത് തുടങ്ങിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മുമ്പൊക്കെ ഇതെല്ലാവർക്കും അറിയാം. കാരണം ഇപ്പം ഷൈൻ ടോം ജോക്കോയാണ് 10 വർഷം മുമ്പതിന് ശേഷം കോക്കൈൻ കേസിൽ പിടിപെട്ട് അദ്ദേഹത്തിന് എന്താന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സീഷറും അതിൻ്റെ ശേഷം അന്വേഷണത്തിനകത്ത് ബോധപൂർവം ചെയ്തിരിക്കുന്ന വീഴ്ച കൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹത്തെ ആ കേസിൽ ശരിയായ രീതിയിൽ ആ ഡ്രഗ്സ് സീസ് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സമൂഹത്തിലേക്ക് ഒരു പരിഷ്കൃത വ്യക്തിയായി തിരിച്ചു വരാനുള്ള സാഹചര്യം വളരെ കൂടുതലുണ്ടായിരുന്നു. അത് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നു. അത് ആവർത്തിച്ച് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് എന്തുകൊണ്ട് നമുക്ക് തടയാൻ കഴിഞ്ഞില്ല? വർഷങ്ങളായി, അതാണ്ട് ഒരു ദശകമായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് തടയാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് പോലീസ്, എക്സൈസ് എല്ലാം വളരെ ശക്തമായിട്ട് ഗവൺമെൻറ് അതിന് കാര്യക്ഷമമായ പ്രവൃത്തിയോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഇത് കൈവിട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ വ്യാപനം അല്പം കുറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്കൂൾ കോളേജുകളൊക്കെ വെക്കേഷനായി പോയതുകൊണ്ടും അതുപോലെ തന്നെ ഇവർക്ക് ഒന്നിച്ച് കൂടാനുള്ള അവസരങ്ങൾ കുറഞ്ഞതുമാണ്. അതായത് തുറക്കപ്പെടുന്നതോടുകൂടിയിട്ട് ഇത് വീണ്ടും സജീവമായി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ പറഞ്ഞ സ്ലീപ്പിംഗ് സെൽസായിട്ട് അവിടെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചുള്ള ഇത് കഴിഞ്ഞ് ഇതൊക്കെ റിവൈവ് ചെയ്യുന്നു. കാരണം ഇത് അവരുടെ ജീവിത മാർഗ്ഗമാണ്, അത് വിനോദ മാർഗ്ഗമാണ്. അതുകൊണ്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇതിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മൾ റീഹാബിലിറ്റേഷൻ കൊണ്ട് നല്ലതാണ്, ചെയ്യാൻ നമ്മുടെ ഫലപ്രദമായ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ആരൊക്കെയോ ചെയ്യുന്നു എന്നല്ലാണ്ട് ഫലപ്രദമായി അത് ചെയ്യപ്പെടുന്നില്ല. അത് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ പോലും നിയമ നടപടികൾ, ഇതേമാതിരിയുള്ള നടപടികൾ അനിവാര്യമാണ്. അത് വളരെ ശക്തമായി തന്നെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതേമാതിരി സ്വാധീനിക്കാൻ സാധ്യതയുള്ള സെലിബ്രിറ്റികളെ സംബന്ധിച്ചുള്ള അവർ ചെയ്യുന്നതിനെ അനുകരിക്കുന്നതിനും ആ അനുകരണത്തിൻ്റെ സ്വഭാവത്തോടുകൂടി ആനന്ദിക്കാനും ഞങ്ങൾക്കും കഴിയണമെന്നുള്ള ചിന്താഗതി യുവജനങ്ങളിൽ വരുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപയോക്താക്കളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം കേസുകൾ എടുക്കുകയും അത് പൊതുമണ്ഡലത്തിൽ അറിയിക്കുകയും ഒക്കെ വേണമെന്നുള്ള അനിവാര്യതയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഉന്നത ശ്രേണിയിലെന്ന് നാം വിശ്വസിക്കുന്ന അവരെ സംബന്ധിച്ച് ബാക്യമായുള്ള ഒരുപാട് അപജയം അവർക്കുണ്ടായാൽ തന്നെയും അങ്ങനെ നിൽക്കുന്ന ആളുകളെ പോലും നടപടിയെടുക്കുമ്പോൾ ഈ സാധാരണക്കാർക്കൊരു ഭയം മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് അവരെ നിയമത്തിൻ്റെ നടപടിക്ക് കൊണ്ടുവരണമെന്നുള്ളതിന് എന്നെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. കാരണം അല്ലാതെ ഇവരെ ഒന്നും നന്നാക്കാൻ പറ്റുമെന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഈ പറയുന്ന ആളാണ് ശ്രീനാഥ് ബാസി ആയാലും ഈ ഷൈൻ ടോം ജോക്ക് ആയാലും അല്ലെങ്കിൽ ഒരുപാട് സിനിമാ ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ട്. പണ്ടേ നന്നാവണ്ടേ? സിനിമയിലുള്ള പ്രധാന പ്രവർത്തകരും അതിൻ്റെ സംഘടനാ നേതാക്കന്മാരും വന്നിട്ട് സമൂഹത്തോടെ പറയണം, ഇത് കൈവിട്ടു പോയി, ഇത് മേഖല മുഴുവൻ അവർ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇത് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നിലവിളിച്ചുകൊണ്ട് രോദനത്തോടു കൂടി ഓരോരുത്തരെ സമീപിക്കുകയാണ്. എന്നിട്ട് പോലും അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ എങ്ങനെ പിടിക്കും, എങ്ങനെ നിയന്ത്രിക്കും? നിങ്ങൾ ആർക്കെങ്കിലും അതിനൊരു മാർഗം പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഫീൽഡിലും ആരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖലയിൽ ഉപദേശം കൊണ്ട് കാര്യം നടക്കില്ല, എൻഫോഴ്സ്മെന്റ് വേണം, സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മറ്റൊരു പ്രക്രിയയുമാണ്. ഇവിടെ പക്ഷേ ഇതുപോലെയുള്ള കേസുകൾ നടപടി തന്നെയാണ് വരെ ഞാൻ അതിനോട് യോജിക്കുന്നത്. ഇവിടെ ശ്രീ എസ് കെ സജീഷ് വേടൻ തന്നെ അദ്ദേഹത്തിന്റെ മയക്കുമരുന്ന് ഉപയോഗം സമ്മതിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം NDPS കേസിൽ പ്രതിയാണ്. അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളത് നിയമത്തിലെ ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉള്ള മാലയിൽ ഒരു പുലിനഖമോ പുലിയുടെ പല്ലോ ഉണ്ട്. അതുകൊണ്ട് വന്യജീവി നിയമപ്രകാരം ഇതിനെ കേസെടുക്കുന്നു. വന്യമൃഗങ്ങളെ വേട്ടയാടി എന്ന കുറ്റം ചുമത്തുന്നു. ആ റെയ്ഡ് നടന്നപ്പോൾ വീട്ടിൽ വാക്കത്തിയോ മൂർച്ചയുള്ള ആയുധമോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആയുധ നിയമപ്രകാരം കേസെടുക്കുന്നു എന്നൊക്കെ വന്നാൽ ഇത് ഒരാളെ വല്ലാതെ വിച്ഛണ്ഡ് നടത്തുന്നത് പോലെ തോന്നും. കൃത്യമായും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന അന്വേഷണ സംഘം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ സർക്കാർ? തീർച്ചയായും അഭിലാഷ്, നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി കാണാൻ വേണ്ടി പാടില്ല. സർക്കാരും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം വേടനെ പോലെയുള്ള ആളുകളെയെല്ലാം അവരുടെ സെലിബ്രിറ്റികൾ എന്നുള്ള നിലക്ക് അവരുടെ പരിപാടി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുന്നിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി നേരത്തെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അത്തരം കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇത്തരം നടീനടന്മാരുടെ എല്ലാം സിനിമകൾ നമ്മൾ നല്ലവണ്ണം ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ ഏതെങ്കിലും രീതിയിലുള്ളൊരു തടസ്സം സൃഷ്ടിക്കപ്പെട്ടില്ല. ഇത് വ്യക്തിപരമായി നാം കാണേണ്ടതില്ല.
ഇവിടെ ഇന്ന് തന്നെ ഏതാണ്ട് 120ഓളം പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റികൾ കൂടി വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്നത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, കാരണം അവർ പ്രശസ്തരല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, ഷൈൻ ടോം ചാക്കോയുടെ വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പലരും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് കോടതി വിധി വന്നപ്പോൾ ശ്രമിച്ചത്. എന്നാൽ അദ്ദേഹവും മറ്റുള്ളവരും ഇതിനെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും അറിയേണ്ടത്, ഈ സംഭവം ഉണ്ടാകുന്നത് 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ്. കുറ്റപത്രം ഉൾപ്പെടെ 2015 ജനുവരി 31 ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് 7 ഗ്രാം കൊക്കൈനുമായി അവർ പിടിക്കപ്പെടുന്നത്. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നത് 2015 മാർച്ച് 28 അതിലുള്ള പിഴവുകൾ കൊണ്ടാണ് അവർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, അവർ ശിക്ഷിക്കപ്പെടാതെ പോയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ചിലരെല്ലാം അതെടുത്ത് ഇങ്ങനെ പ്രയോഗിക്കുന്നത് എന്തിനാണ്? ഈ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനാണ്. ഇത്തരം വിഷയങ്ങളിൽ അത്തരമൊരു സമീപനമല്ല സ്വീകരിക്കേണ്ടത്. കേരളത്തിൽ നമ്മൾ പൊതുവെ പരിശോധിച്ചാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൺവെൻഷൻ റേറ്റാണ് കേരളത്തിൽ. 98.9% കൺവെൻഷൻ റേറ്റ് ഇവിടെ ലഹരി കേസുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോഴുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. സർക്കാർ തന്നെ വിമുക്തി എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ ഇതിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോചിപ്പിക്കാനും സമൂഹത്തിൽ ഇവരെയൊക്കെ ഇരകളായി കൂടി കാണേണ്ടതാണ്. ഇരകളായി കാണേണ്ടത് ഇവർ ഒരു ആഗോള തലത്തിൽ തന്നെയുള്ള ഒരു മാഫിയയുടെ അടിമകളായി മാറിപ്പോകുന്നതാണ് നമ്മൾ കാണേണ്ടതുണ്ട്. ആഗോള അടിസ്ഥാനത്തിൽ വലിയ വിപണിയാണ് ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് നമുക്കറിയാലോ. ശതകോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ്? ഇതിൻ്റെ പിന്നിലെല്ലാം വലിയ മാഫിയ പ്രവർത്തിക്കുന്നു. അതിൻ്റെ അടിമകളായി ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൽ സാധാരണക്കാരായ മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുകയും അവരുടെ ഊർജം നമുക്ക് ലഭിക്കുകയും ചെയ്യേണ്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ക്രിമിനലുകളായി മാറുമ്പോൾ ചെയ്ത കുറ്റത്തിനനുസരിച്ച് അവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പെട്ടുപോകുന്ന ഇരകളാക്കപ്പെടുന്ന ആളുകളെ അതിൽ നിന്ന് ഒരു വിമുക്തിയുടെ പാതയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി കഴിയേണ്ടതുണ്ട്. ഇതിനെല്ലാം കൂട്ടായ പരിശ്രമം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ നമുക്കറിയാം നല്ലവണ്ണം ജനങ്ങളുടെ ആകെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഒരു പുതിയ ഇപ്പോൾ വന്നിട്ടുള്ള ഡി ഹണ്ടിൻ്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമുണ്ട്. ആ കൺട്രോൾ റൂമിലേക്ക് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി കഴിയണം. 9497927797 എന്ന നമ്പറിലേക്ക് ആർക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. ചിലപ്പോൾ അത് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമായിരിക്കും. പലപ്പോഴും ഇത്തരം മാഫിയകളെ ഭയപ്പെട്ടുകൊണ്ട് പലരും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാത്തതുണ്ട്. അവർക്കെല്ലാം ധൈര്യം കൊടുക്കാനും ഇത് സമൂഹത്തിൻ്റെ ആകെ പ്രശ്നമാണ് എന്ന് കരുതി ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാനും കഴിയേണ്ടതുണ്ട്. അതിൽ രാഷ്ട്രീയത്തെയും മറ്റുമെല്ലാം കൂട്ടിക്കലർത്തി ചിലരെല്ലാം നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ചെറിയ അനുഭവം തന്നെ പറഞ്ഞാൽ ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരിക്കൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗം സ്കൂളുകൾ തുറക്കുന്ന സമയത്തായിരുന്നു. അതിൽ ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പിലുള്ളത് സ്കൂളിലെ രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ചെന്നായിരുന്നു. ഞങ്ങൾ കരുതിയത് ഞങ്ങളോടെല്ലാം വിദ്യാർത്ഥി സംഘടനകളോടെല്ലാം സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറയാനായിരിക്കുമെന്ന്. പക്ഷേ ആ യോഗത്തിൽ പോയപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ അന്ന് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചത്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, എല്ലാ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കണം. കാരണം ഞങ്ങൾ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആദ്യം ഒരു മാലപൊട്ടിക്കൽ കേസ്, അതിനെ തുടർന്ന് മുന്നോട്ട് പോയ ഒരു കേസ് ലഹരി കേസായി മാറി. ആ കേസ് അന്വേഷണത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വലിയ തോതിൽ ലഹരിക്ക് അടിമപ്പെട്ടു, അതൊരു കണ്ണിയായി മാറുകയാണ് എന്ന പരിശോധന നടത്തിയപ്പോൾ, അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പരിശോധന നടത്തിയപ്പോൾ സംഘടനയുള്ള ഇതൊക്കെ നോക്കാൻ കഴിയുന്ന കോളേജുകളിൽ ഇതിൻ്റെ സ്വാധീനം കുറവാണ് എന്നും സ്കൂളുകളിൽ വ്യാപകമാണ് എന്നും കണ്ടെത്തിയതിൻ്റെ ഭാഗമായി പോലീസിന് തന്നെ വിദ്യാർത്ഥി സംഘടനകളോട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് പറയേണ്ടതുണ്ടായി. അപ്പോൾ എന്നാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇവിടെ
നമ്മൾ എല്ലാവരും ചേർന്ന് തീർച്ചയായിട്ടും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ സജീവമായ പങ്കാളിത്തം ഈ കാര്യത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് പ്രതിരോധിക്കാനാണ് ശ്രമിക്കേണ്ടത്. പെട്ടുപോയ ഇരകളെ മോചിപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ശരി, ശ്രീ ചിറക്കര മധു, ഇന്നിപ്പോൾ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് കഞ്ചാവാണ്. ഇന്നലെ ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും പക്കൽ നിന്ന് പിടിച്ചിട്ടുള്ളത് ഹൈബ്രിഡ് കഞ്ചാവാണ്. 2 തരം കഞ്ചാവ് ചെടികളുടെ ഹൈബ്രിഡ് ഇനം അതാണ് പിടികൂടിയത്. ഇന്ന് ഷൈൻ ടോം ചാക്കോ കൊടുത്തിട്ടുള്ള മൊഴി മെത്താംഫെറ്റമിനാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ളതാണ്, ഞാൻ കഞ്ചാവല്ല ഉപയോഗിക്കുന്നത്, മെത്താണ് ഉപയോഗിക്കുന്നത് എന്നാണ്. MDMA കേസുകളുമുണ്ട്. ഇപ്പോൾ ഈ നിയമം അനുസരിച്ച് ഇതെല്ലാം ഒരേ മട്ടിലാണോ കൈകാര്യം ചെയ്യുക? നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിനെ നമ്മൾ ഏതാണെങ്കിലും ഒരുപോലെ എന്ന മട്ടിലാണോ കൈകാര്യം ചെയ്യുക? അതോ ഇപ്പോൾ വേടന് വേണമെങ്കിൽ പറയാം, ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചാണ്, എൻ്റെ പക്കൽ നിന്ന് പിടിച്ചത് നാച്ചുറൽ ഇൻടോക്സിക്കൻ്റ് ആണെന്ന് വേണമെങ്കിൽ വാദിക്കാം. ഈ നിയമത്തിന് മുമ്പിൽ ഈ പറയുന്ന വസ്തുക്കളുടെ എല്ലാം ഉപയോഗം ഒന്നാണ്? അല്ല 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 അതിനകത്ത് ഇളവ് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന ഇനത്തിന് മാത്രമേ കുറച്ചെങ്കിലും കൈവശം വെക്കുമ്പോൾ ജാമ്യം കിട്ടിയുള്ളൂ. നേരെ മറിച്ച് MDMA പോലെയുള്ള വസ്തുക്കൾ 0.5 അതായത് 1/2 ഗ്രാം കൈവശം വെക്കുന്ന ആളിന് റിമാൻഡ് ചെയ്യപ്പെടും. 1/2 ഗ്രാം. അതുപോലെ മെത്താംഫെറ്റമിൻ എന്ന് പറയുന്നതും 5 ഗ്രാം കൈവശം വെക്കുന്ന ആൾ ജയിലിൽ അടയ്ക്കപ്പെടും. അങ്ങനെ ഓരോന്നിനും ഓരോന്നിൻ്റെതായ അളവുകളുണ്ട്. ആ അളവിൽ ഏറ്റവും ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ ഈ ജാമ്യം നൽകുന്ന ചെറിയ കേസ് എന്ന് പറയുന്നത്. അല്ല, ഓരോന്നിനും ഓരോ ഘട്ടത്തിലാണ്. അതായത് കഞ്ചാവിന്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് ഇളവുള്ളത്. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു മയക്കുമരുന്നിലേക്ക് വരുന്നതിന്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് എനിക്കും എന്റെ പ്രായോഗികമായ അറിവിലുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ നാട്ടില് ഈ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നതിന് വളരെ ആഴത്തിലും പരപ്പിലുമുള്ള ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ലാഭം ആണ് അവരുടെ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഒരു മാനുഷിക പരിഗണനയും ഇല്ല. അവർ കൂടുതൽ ആളുകളെ ഇരകളാക്കി ചേർക്കുന്നതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്ന പലപ്പോഴും ഇത്തരത്തിലുള്ള അബദ്ധധാരണകൾ ഇവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പൊ പാട്ടുപാടുന്ന ആളിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഊർജ്ജത്തോടു കൂടി പാടാം എന്നായിരിക്കും അയാളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സ്പോർട്സ് പ്രേമിയോട് നിനക്ക് ഓടാൻ കഴിയും, കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയുമെന്നായിരിക്കും. പഠനത്തിൽ താല്പര്യമുള്ള കുട്ടിയോട് നിനക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നായിരിക്കും. ഇങ്ങനെ അബദ്ധധാരണകൾ കൊടുത്തിട്ടാണ് ആദ്യം ഈ സംഭവം ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവർക്ക് ചില ആളുകൾക്ക് ചില തരത്തിലുള്ള പ്രയോജനം ആദ്യഘട്ടത്തിൽ ഉണ്ടാവുമെങ്കിലും പിന്നീട് തലച്ചോറിനകത്ത് വരുന്ന ശാശ്വതമായ കേട് മൂലം ന്യൂറോ സംബന്ധമായ വലിയ അപകടം സംഭവിച്ച് ഇവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ ആയിത്തീരും എന്നുള്ളത് ഈ കുട്ടികളും ചെറുപ്പക്കാരും ആരും അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായും ഇങ്ങനെ ദയനീയമായി മരണത്തിൽ അകപ്പെട്ട ആളുകളെ കുറിച്ച് കൂടി നമ്മുടെ ചർച്ചയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും ഇവരെ അറിയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ അറസ്റ്റിലായി സ്റ്റേഷൻ ജാമ്യം നേടിയിട്ടുള്ള സംവിധായകർ ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എണ്ണം പറഞ്ഞ മികച്ച സിനിമകളുടെ സംവിധായകരാണ്. വളരെ മികച്ച സിനിമകളാണ്, നല്ല സൃഷ്ടികളാണ് അവരിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വേടൻ ഈ സമീപകാലത്ത് ഈ കോവിഡ് കാലത്ത് ഉണ്ടാവുകയും ഈ കാലത്ത് തരംഗമാവുകയും ചെയ്തിട്ടുള്ള ഗായകനാണ്. അപ്പോൾ ഇവരൊക്കെ ഈ മയക്കുമരുന്ന് കേസിൽ പിടികൂടപ്പെട്ടതുകൊണ്ട് നിഷ്കാസിതരാവുക, അവർ ഇല്ലാതായി പോവുക, അവരെ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം റദ്ദാക്കി കളയുക എന്നുള്ളതല്ലല്ലോ. ഇവർക്ക് തിരികെ വരാൻ സ്പേസ് കൊടുക്കുക. ഇവരെ ഇപ്പോൾ ഷൈനിൻ്റെ ഒക്കെ അത്രയും അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്രയും മോശമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ വിമുക്തരാക്കുക, ലഹരിയുടെ പിടിയിൽ നിന്ന് വിമുക്തരാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സിസ്റ്റത്തിനും ചെയ്യാനുള്ളത് എന്ന്. സമൂഹം അത്രയും കരുണ അല്ലെങ്കിൽ നല്ല സമീപനം ഇവരോട് കാണിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആ സമൂഹത്തെ കരുണ കാണിക്കാൻ പ്രേരിപ്പിക്കണം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രശ്നം ഏതെങ്കിലും ന്യൂവാൻസ്ഡ് പോയിന്റോ സൂക്ഷ്മമായ പോയിന്റോ പറഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടും, നിങ്ങൾ ഡ്രഗ് മാഫിയയുടെ ആളാണെന്ന് പറയപ്പെടും എന്നൊക്കെ ഉള്ളതാണ്. ഷാറൂഖ് ഖാന്റെ മകൻ ഇതേപോലെ ആര്യൻ ഖാന്റെ വിഷയത്തിൽ ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്നിരുന്നു. അപ്പോൾ ആര്യൻ ഖാനെ തിരിച്ചുകൊണ്ടിരുന്നു. ആര്യൻ ഖാൻ കുറ്റമില്ലെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഡ്രഗ് മാഫിയയുടെ കൂടെയാണെന്ന് പറഞ്ഞ് ഒരു ശത്രുവിനെ നിർമ്മിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, വേടനാകട്ടെ, ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ, ഖാലിദ് റഹ്മാൻ ആകട്ടെ, ഇവരെ ചേർത്ത് പിടിക്കേണ്ട സമയം ഇതാണ്. ഷൈനിന്റെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമായിരുന്നു. ഷൈൻ ആ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതൊന്നും ഒട്ടും ശരിയായില്ല. ലാലേട്ടൻ ചാടുന്നതും ഷൈൻ ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയി ഓടി വരുന്നതും അതൊക്കെ വളരെ അപഹസിക്കുന്ന രീതിയായിരുന്നു. അതിനെയൊക്കെ അവലംബിക്കണം, സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ഹൈയിലിരുന്ന് ചെയ്യുന്നതായിരിക്കും. അവിടെയാണ് ഇവർ വഴിതെറ്റിപ്പോയവരാണ്, കൂട്ടം തെറ്റിപ്പോയവരാണ് എന്ന തിരിച്ചറിവിന് പകരം ഇവർ ക്രിമിനലുകളാണെന്ന് കാണരുത്, ഇവർ വില്ലന്മാരാണെന്ന് കാണരുത്, ഇവർ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെട്ടുപോയതാണ്. ബൈബിളിന്റെയും യേശുക്രിസ്തുവിന്റെയും അർത്ഥം സംഗ്രഹിച്ച് മഹാത്മാഗാന്ധി മനോഹരമായി പറയുന്നുണ്ട്, ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പാപത്തെയാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല എന്ന്.
ഗാന്ധിജി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഹരിജനിലും യങ് ഇന്ത്യയിലും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സ്പിരിച്വൽ തലം കൂടി ഇതിന് കണ്ടിരുന്നു. ആത്മസാക്ഷാത്കാരത്തിന് ഏറ്റവും വലിയ തടസ്സമാണ് ഡ്രഗ്സ് എന്നും ഡ്രിങ്ക്സ് എന്നും. അതോടൊപ്പം ഹരിജനിൽ അദ്ദേഹം 1935 എഴുതുന്നത് ഈ ഓരോ വ്യക്തി ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴും ഒരു രാജ്യത്തിന്റെ ആത്മാവിനെയാണ് അത് ഇല്ലാതാക്കുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗാന്ധിയൻ സമീപനം, കരുണയുടെ സമീപനം, മാർപ്പാപ്പയുടെ സമീപനം, അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു സ്പിരിച്വൽ എന്നോ കൾച്ചറൽ എന്നോ സൈക്കോളജിക്കൽ എന്നോ ഇനിയും എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു സമീപനം നമുക്ക് വേണം. ആ സമീപനത്തിലൂടെ ഇവർക്ക് സ്പേസ് കൊടുക്കണം. ഇനിയും ഇവരെ മാറ്റി നിർത്തുക എന്നൊരു കാര്യം വന്നാൽ ഇവർ കൂടുതൽ ഡ്രഗ്സിലേക്ക് പോകും. കാര്യം കൂടുതൽ വിഡ്രോവൽ വരും, സോഷ്യൽ വിഡ്രോവൽ നടക്കാനുള്ള കാര്യങ്ങൾ ഇവർക്ക് ഇനി സ്പേസ് ഇല്ല, കാശില്ല, അവസരങ്ങളില്ല, കരിയർ ഇല്ലാതായി തുടങ്ങുമ്പോൾ അവർ വീണ്ടും ഈ നഷ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും അഡിക്റ്റീവായി പോകുന്ന കാര്യത്തിലേക്ക് പോകും. അങ്ങനെയല്ല, അഡിക്ഷൻ ഒരു രോഗമാണെന്നും യഥാർത്ഥത്തിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്നും ഇവരെല്ലാം പ്രതിഭയുള്ളവരാണ്. വേടനാകട്ടെ, ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ചില നിലപാടുകളോടൊക്കെ വിയോജിപ്പ് കാണും, അത് വേറെ. പക്ഷെ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി ആകട്ടെ, ഖാലിദ് റഹ്മാൻ ആകട്ടെ, അപ്പൊ ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാരെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നഷ്ടമല്ലേ, പൊതുസമൂഹത്തിന്റെ നഷ്ടമല്ലേ? അതുകൊണ്ട് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ഒരുപക്ഷെ അഭിലാഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചെയ്യാം. ഈ കേസും മറ്റും കഴിഞ്ഞിട്ട് അവർ കുറ്റം ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, തങ്ങൾക്ക് തെറ്റുപറ്റിയാണെന്ന് തയ്യാറാണെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് എടുക്കാം, അവരെ പരിപാടികൾക്ക് വിളിക്കാം. അവരുടെ പരസ്യമായിട്ടുള്ള ക്ഷമാപണം അടക്കം ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസം വീണ്ടും കൂടും. അവർക്കൊന്നും പരിപാടികളില്ലെങ്കിൽ കാശില്ലല്ലോ. ഇപ്പൊ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റിയെന്ന് കണ്ടു. ഇമീഡിയറ്റ്ലി സർക്കാർ എടുത്ത നിലപാട് ശരിയാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ലീഗൽ ആക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരെ വിളിച്ച് പരിപാടി കൊടുക്കാനും തെറ്റേറ്റു പറയാനുള്ള അവസരങ്ങൾ കൊടുക്കാനും വേണം. ഒരു വരി കൂടെ ഉള്ളൂ, നമ്മുടെ സഹോദരന് ഇത് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത സുഹൃത്തിന് ഇത് പറ്റിയാൽ എന്ത് ചെയ്യും? അതേ സമീപനം വേടനോടും ഷൈൻ ടോം ചാക്കോടും ശ്രീനാഥ് ഭാസിയോടും കാണിക്കാം. തീർച്ചയായിട്ടും. ഇവിടെ ശ്രീ ദിനു, ഒപ്പം മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ സംഭവത്തെ ന്യായീകരിച്ച് പല ആളുകളും വരുന്നുണ്ട്. ഇന്നലെ 2 യുവ സംവിധായകരെ, ഇന്ന് വേടനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വളർന്നു വരുന്ന ആളുകളെ ഇല്ലാതാക്കാനാണ്, ഇവരുടെ വളർച്ച തടയാനാണ്, ആരെയൊക്കെയോ ഇവർ അലോസരപ്പെടുത്തിയതിന്റെ പ്രതികാരമാണ് എന്നൊക്കെ പലതരത്തിലുള്ള, ഒരർത്ഥത്തിൽ അത് ന്യായീകരണമാണ് എന്നൊക്കെ ചമയ്ക്കുന്നതുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന ആക്ഷന്റെ ഭാഗമായി സംശയം തോന്നുന്ന ആളുകളെ പരിശോധിക്കുന്നു, അവിടെ കൃത്യമായി റിക്കവറി നടക്കുന്നു, തുടർന്ന് നിയമ നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേടൻ തന്നെ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേട്ടയാടപ്പെടുകയല്ല, വേട്ടയാണോ എന്ന് ചോദിച്ചിട്ടല്ല എന്നാണ് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നത്. അപ്പോൾ ഇവിടെ ഷൈനെ പോലെ വിമുക്തരാവണം എന്ന ആഗ്രഹമുള്ള ആളുകളെ പോലും സമ്മതിക്കാത്ത വിധത്തിൽ ഇരവാദമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ന്യായീകരണമോ ഒക്കെ ചമയ്ക്കുന്ന ആളുകളുണ്ട്. അവര് ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇത്തരം അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെ കൂടി റദ്ദാക്കുകയാണ് അമിതമായി ഇത്തരം ന്യായീകരണം ചെലുത്തുന്ന ആളുകൾ ചെയ്യുന്നത്. ഇത്തരം അഡിക്ഷനുള്ള ആളുകൾ അവരുടെ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് മാറാൻ തയ്യാറാവുന്ന ഒരു കാര്യത്തിനെ പോലും, ആ സന്നദ്ധതയെ പോലും റദ്ദ് ചെയ്യുകയായിരിക്കും ഒരുപക്ഷെ അമിത ന്യായീകരണം ഉണ്ടാകുന്നത്. അത് സമൂഹത്തിലേക്ക് തീർച്ചയായും കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. എനിക്ക് അതിനോട് ചേർത്ത് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയെ, ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു പ്രഭാവമാണ്. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി റെസ്പോൺസിബിൾ ആവണം എന്നുള്ള രീതിയിലോ യാതൊരു പ്രയോഗങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. പക്ഷേ ഈ പറയുന്ന വേടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പുറത്തേക്ക് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവയ്ക്കുകയും ചൊട്ടയിലെ ശീലം ചുടരെ വരെ എന്നൊക്കെ പറയുന്ന ചില വളരെ കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള റിമാർക്കുകൾ ഇതിൻ്റെ ചുവടിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മാത്രമല്ല, വേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ആളുകൾ അവർ വളരെ കൃത്യമായി ഇതിനൊരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ കംപ്ലീറ്റ്ലി ടാർണിഷ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്കോ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ടിനോ മാർജിനലൈസേഷനോ ആ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. 2, ആ വ്യക്തികളെ കംപ്ലീറ്റ്ലി നിഷ്കാസനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ വെഞ്ചൻസ് ആയിക്കൊണ്ട് ഇതിനെ ഏറ്റെടുക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ഒരുപക്ഷെ ഇത്തരം ഡ്രഗ് അഡിക്ഷൻ്റെ ഫിനോമിനകളെ ചെറുക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി ഞാൻ സർക്കാരിനോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾക്കിവിടെ ഒരുപാട് ഈ വിഷയത്തിനകത്ത് റിസർച്ച് മേഖലകൾ പുരോഗമിക്കുന്നുണ്ട്. ഇത്തരം വിദ്യാഭ്യാസപരമായി നടക്കുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റുക. ഞാൻ ഒരു സോഷ്യോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു 3 തിയറീസ് മാത്രം ഇതുമായി ചേർത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സോഷ്യൽ പ്രോസസ് തിയറിയാണ്. ഇത്തരം കാര്യങ്ങളെ, അഡിക്ഷനെ, ഡ്രഗ് യൂസേജിനെ ഒക്കെ ഒരു കരിയർ ആയിക്കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈലായി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്.
ഒരുപക്ഷെ വേടന്റെ കാര്യത്തിൽ അത്തരം ഒരു ലൈഫ് സ്റ്റൈൽ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് ഉപയോഗിച്ചപ്പോൾ പോലും അതൊരു ഇരട്ടത്താപ്പായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ കാണുന്നത് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അതിനെ ഡ്രഗ് യൂസേജിനെ പ്രൊക്ലെയിം ചെയ്തില്ല. പക്ഷെ നോക്കൂ, ഒരുപക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി യുവത്വം ഏറ്റെടുക്കുന്ന ഒരു പാട്ടുണ്ട്, വിശ്വ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. ഇന്നെന്റെ ബാഡ് ഡേ ജോയിന്റ് അടിക്കണം എന്നാണ് ആ പാട്ടുള്ളത്. അപ്പൊ ഇത് കുട്ടികളടക്കമുള്ള പല ആളുകളും ഈ പാട്ടുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ബാഡ് ഡേ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിൽ സൗഹൃദത്തിന്റെ ഇടങ്ങളിൽ അത് സോൾവ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരാകരിക്കുന്ന ഇത്തരം ലൈഫ് സ്റ്റൈലുകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇടങ്ങളുണ്ട്. അവയ്ക്കെതിരെ കൂടി, അത്തരം നെഗറ്റീവ് പ്രൊമോഷനുകൾക്കെതിരെ കൂടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഇത് കാരണം വലിയ ഹൈപ്പ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ബിക്കമിങ് എ മരിജ്വാന സ്മോക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ബെക്കറിന്റെ ഒരു പഠനമുണ്ട്. അത് തെളിയിക്കുന്നത് ഈ പറയുന്ന ഹൈ ആവുക എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ബിലീഫാണ്. അത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മാത്രമല്ല. അപ്പം സിനിമകൾക്കടക്കം നമ്മൾ കാണിക്കുന്ന ഹൈനെസ്സിനെ എങ്ങനെയാണ് സിനിമ എടുത്ത് കാണിക്കുന്നത്, അത് വളരെ ആഘോഷിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള സ്പേസസ് ആയി പലപ്പോഴും സിനിമ കാണിക്കുന്ന സമയത്ത് അത്തരം ഹൈനെസ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന അതൊരു കൾച്ചറാക്കി മാറ്റുന്നതിന് തീർച്ചയായും മാറ്റം വരുത്തേണ്ടതുണ്ട്. രണ്ടാമതായി സോഷ്യൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ തിയറീസ് ആണ്. അത് പറയുന്നത് 3 വ്യക്തികൾക്കാണ് ഇതിൽ പ്രധാനമായ റോൾ വഹിക്കാൻ പറ്റുന്നത്. 1 ഫാമിലി, 2 പിയർ ഗ്രൂപ്പുകൾ, 3 സ്കൂളുകൾ എന്നാണ്. ഇവയോട് ആവശ്യമായ അറ്റാച്ച്മെന്റുകൾ ഉണ്ടാവുക, കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക, ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, ബിലീവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ അടുത്ത് നടന്ന എല്ലാ വയലൻസുകളും നമ്മൾ പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ഡ്രഗ് അഡിക്ഷനുമായി വളരെയധികം കൂട്ടുകെട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ യുവജനങ്ങളെ, കുട്ടികളെ ഒക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കോൺഫ്ലിക്റ്റ് ജീവിതത്തിൽ ഉണ്ടായാൽ, ഒരു തകർച്ച, ഒരു തോൽവി, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത്, കരിക്കുലത്തിൻ്റെ അകത്ത് ഉദാത്തമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതാണ്. അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ ലേണിംഗ് തിയറികൾ പറയുന്നതാണ്. ഈ ഡൊണാൾഡ് സുദർലാൻഡ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് പറയുന്നത് 1930-40 കാലത്തിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഡ്രഗ് യൂസേജിലേക്ക് പോയെന്ന്. നമുക്കിവിടെ ഗ്രേറ്റ് ഡിപ്രഷൻ പോലെ തന്നെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിക്ക് ശേഷം വളരെ വ്യാപകമായി ഇത്തരം ഡ്രഗ് അബ്യൂസും ഡ്രഗ് യൂസേജും ഒക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ സയന്റിഫിക്കായി പഠിച്ചുകൊണ്ട് പോസ്റ്റ് കോവിഡ് ഇറക്കകത്ത് നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് സ്റ്റഡി, പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ച അതേ രീതികൾ കൊണ്ട് ഒരുപക്ഷെ ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയതും നൂതനവുമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതായിട്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ അധ്യാപിക കൂടിയായ ദേവിക കൂടി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി ദേവിക, ഇപ്പോൾ പലതരത്തിലുള്ള എനിക്ക് തോന്നുന്നു ആ കണക്ഷൻ ശരിയായിട്ടില്ല. കണക്ഷൻ ശരിയാവുമ്പോൾ ഞാൻ അവരിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചും എക്സൈസിനെ സംബന്ധിച്ചും ആക്ട് ചെയ്യാൻ കുറെ അധികം കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെ നമ്മളൊരു മിഷൻ മോഡിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി സ്വാഭാവികമായും ആലോചിക്കണമല്ലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ക്രൈം കേസുകൾ, പ്രത്യേകിച്ച് വയലൻസ്, യുവാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള വയലൻസ്, 25 വയസ്സ് തികയാത്ത ചെറുപ്പക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കൊലപാതക കേസുകളൊക്കെ ഉയർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് തുടരുക എന്നുള്ളതും പ്രധാനമാണല്ലോ. ഇപ്പോൾ നടക്കുന്ന ഡി ഹണ്ട് എന്നുള്ളത് അത് കൃത്യമായി ഇടവേളകളില്ലാതെ തുടരുക, ഇതിന് തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇത് ഡിറ്ററന്റ് ആയിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചാൽ പിടിവീഴുമെന്നൊരു തോന്നലുണ്ടായാൽ, പേടി ഉണ്ടായാൽ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. മൂന്നാമത്തേത് ഇതിന്റെ സപ്ലൈ ചെയിൻ മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംയോജിതമായി നടപ്പാക്കാൻ നമ്മുടെ എക്സൈസ് ഫോഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള സംവിധാനങ്ങൾക്കുള്ള ശേഷി എത്രമാത്രമായിരിക്കും? അല്ല, എത്ര കാര്യക്ഷമമായി പ്രവർത്തിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ഈ നമ്മുടെ ഇലക്ട്രോണിക് യുഗമാണ്. അതുപോലെ തന്നെ ഈ ഒരുപാട് കമ്മ്യൂണിക്കേഷനും അതുപോലെ ട്രാൻസാക്ഷനും ഒക്കെ സാധ്യതകളും ട്രാൻസ്പോർട്ടേഷനും സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് പോലീസിന് എക്സൈസും ഒക്കെ ഒന്നിച്ച് എത്ര ശ്രമിച്ചാലും ഇതിനൊക്കെ കുറേ പരിമിതികളുണ്ട്. ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പം സാമൂഹ്യമായ ഇടപെടലുണ്ടായതിനോട് ഇതേ ടെമ്പോയിൽ തുടർന്നാൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. പൂർണ്ണമായിട്ട് ഇത് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലോകത്തൊരു രാജ്യത്തിനും അങ്ങനെ സാധിച്ചിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവർ നാർക്കോട്ടിക് രാജ്യങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഭരണത്തിൽ പോലും നാർക്കോട്ടിസം പിടിമുറുക്കിയതുകൊണ്ട് അവരൊക്കെ വളരെ ശ്വാസം മുട്ടി ജീവിക്കുന്നതാണ്. അപ്പോൾ അവരൊന്നും അത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ സാംസ്കാരികത കൊണ്ടും അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം കൊണ്ടും നമുക്ക് ആ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിയും. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാം, ആദ്യം ഇതേമാതിരിയുള്ള ഡ്രഗ് അബ്യൂസുകൾ കൂടുകയും ഇതേമാതിരിയുള്ള കേസുകൾ അടിക്കടിക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായവരാണ് ഇവിടുത്തെ എക്സൈസും പോലീസും. ദേവിക ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ദേവിക, ഇപ്പോൾ ഇന്നത്തെ ഈ വേടന്റെ അറസ്റ്റോടുകൂടി പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അംബേദ്കറേയും അയ്യങ്കാളിയെയും പോലും ഉദ്ധരിച്ചു വരുന്നുണ്ട്. ഈ വേടൻ വളരെ പോപ്പുലറായി നിൽക്കുന്ന, അദ്ദേഹം ഉപദേശങ്ങൾ നൽകുന്ന സമയത്ത് തന്നെ അതിന് വിപരീതമായി അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ ഈ കുടുക്കിയതാണ്, അതല്ലെങ്കിൽ ഒരാൾ വളർന്നു വരുമ്പോൾ അതിനോടുള്ള ദേഷ്യം തീർത്തതാണ് എന്ന മട്ടിലൊക്കെയുള്ള ന്യായീകരണങ്ങളോടുള്ള പ്രതികരണം എന്താണ്? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഇപ്പൊ ഞാൻ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പറഞ്ഞ എല്ലാ വാദഗതികളോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. സർക്കാരിന്റെ നടപടികളോടും ഏറെ അഭിമാനം തോന്നുന്നുണ്ട്. മറിച്ച് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഈ പാനലിലെ ഏക സ്ത്രീ ഞാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് അഡ്രസ് ചെയ്യേണ്ട ഒരു ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് കരുതുന്നു. അഭിലാഷ് ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ എന്റെ പോസ്റ്റിനെ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഇപ്പോ നമുക്കറിയാം, ജാതി രാഷ്ട്രീയം പറയുന്ന എല്ലാ മനുഷ്യരെയും കൃത്യമായ കോണ്ടെക്സ്റ്റിന് അതീതമായിട്ട് വിമർശിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു പ്രവണത, ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അതിന്റെ മെറിറ്റിൽ നിന്നല്ലാതെ മറ്റ് പല ഉദ്ദേശത്തോടു കൂടിയും വ്യക്തികൾ വേട്ടയാടപ്പെടുന്നത് നമ്മൾ ഒത്തിരി കേസുകൾ, വേടൻ ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഞാൻ ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലല്ല, അതിന് മുമ്പ് തന്നെ എഴുതിയ പോസ്റ്റിനെ കുറിച്ചിട്ടാണ് അഭിലാഷ് ഇപ്പൊ പരാമർശിച്ചത്. അപ്പൊ നേരത്തെ അഭിലാഷ് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ഇവർ ചെയ്ത നല്ല കാര്യങ്ങൾ, ഇവരുടെ കഴിവിനെ ഒന്നും റദ്ദാക്കിക്കൊണ്ടാവരുത് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ റദ്ദാക്കാതിരിക്കുന്നത് പോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെയും കൃത്യമായി അഡ്രസ്സ് ചെയ്തു വരേണ്ട ഒരു ബാധ്യത, റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മാധ്യമ സമൂഹത്തിനും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ 2021 വേടനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സെക്സ്വൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു റേപ്പ് ആരോപണം ഉയർന്നു വന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനൊരു അധ്യാപിക കൂടി ആയതുകൊണ്ട് വേടന് കുട്ടികൾക്കിടയിൽ കിട്ടുന്ന ഒരു വിസിബിലിറ്റി, അതൊരു അഡ്മിറേഷൻ അല്ല, റെസ്പെക്ട് അല്ല, ആരാധന എന്ന് തന്നെ പറയുന്നത്. ദൈവത്തെ പോലെ വേടനെ കാണുന്ന ഒരു പ്രവണത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ കുട്ടികൾക്കിടയിൽ മേ ബി ഇത് അറിയില്ലായിരിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയ നിരന്തരം ഫോളോ ചെയ്യുന്ന ദിനുവിനെ പോലെയൊക്കെയുള്ള വ്യക്തികൾക്ക് കൃത്യമായി ഇതിന്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിസരങ്ങളെ കുറിച്ചിട്ട് ബോധ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ 2021 വിമൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള ഒരു ഗ്രൂപ്പിലൂടെ, സാമൂഹിക കൂട്ടായ്മയിലൂടെ ഒരു പറ്റം സ്ത്രീകൾ, ഒന്നിലധികം സ്ത്രീകളുടെ ഒരു തുറന്നു പറച്ചിൽ, ഒരു മീറ്റു ആരോപണം വേടനെതിരെ വന്നിരുന്നു. അത് ഒന്നിലധികം സ്ത്രീകളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. സെക്സ്വൽ വയലൻസ് ആയിരുന്നു, റേപ്പ് ആയിരുന്നു, മാനിപ്പുലേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അതിക്രമങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് വേടൻ എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അന്ന് അദ്ദേഹം ഉയർന്നു വന്നിരുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വളരെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഞെട്ടിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ വന്നത്. അപ്പൊ അന്ന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെതിരെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ്. കൃത്യമായ വിക്ടിം ബ്ലെയിമിങ്ങോടുകൂടി തനിക്ക് കിട്ടിയ എല്ലാ വിസിബിലിറ്റിയെയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ അഭിലാഷി ചോദിച്ചതുപോലെ തന്നെ ഇതൊരു ഇരയാക്കപ്പെടുകയാണ്, അല്ലെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്, താൻ ജാതി രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് തന്നെ വേട്ടയാടുകയാണ് എന്ന അതേ വാദം മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് നടത്തിയ സെക്ഷൽ വയലൻസിനെതിരെ അദ്ദേഹം അതിനെ നിരാകരിച്ചുകൊണ്ട്, ഇരകളെ ക്രൂരമായിട്ട് പരിഹസിച്ചുകൊണ്ട്, എനിക്ക് ഇരയുടെ പേരറിയണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം അതിനെ നിരാകരിക്കുകയും പിന്നീട് ഇത് വലിയ തോതിലെ ചർച്ചകൾ വരികയും ഒന്നിലധികം സ്ത്രീകൾ സംസാരിക്കാൻ തയ്യാറാവുകയും ക്ലബ് ഹൗസിൽ ഉൾപ്പെടെ ഇതിനെതിരെയുള്ള ചർച്ചകൾ ഭയങ്കര സജീവമായി നടക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ 4 വശത്തുനിന്നും പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പാവുന്ന ഒരു സമയത്താണ് അദ്ദേഹം ജൂൺ 12, 2021 ജൂൺ 12 എന്റെ ഓർമ്മ, അദ്ദേഹം ഒരു മാപ്പ് ഇടുകയാണ്. അപ്പൊ ആദ്യം ഇട്ട മാപ്പ് പിൻവലിക്കുന്നു, സർവൈവേഴ്സിനെ കുറ്റപ്പെടുത്തിയത് പിന്നീട് ഡിലീറ്റ് ചെയ്യുന്നു. അവസാനം ഈ കേൾക്കുന്ന ഏതൊരാൾക്കും വളരെ പ്രോഗ്രസീവ് ആണ്, ശരിക്കും ഒരു മാറ്റമാണെന്ന് തോന്നുന്ന രീതിയിൽ, അത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പുള്ളി ഒരു മാപ്പ് അപേക്ഷ ഇടുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിരുന്നു, സോഷ്യൽ മീഡിയ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു.
എന്നിട്ട് അദ്ദേഹം മാപ്പിട്ട് ആ വിഷയം ഒന്ന് ഒതുങ്ങിയതിനു ശേഷം അത്രയും വർഷങ്ങൾ, നേരത്തെ അഭിലാഷ് പറഞ്ഞല്ലോ, കോവിഡ് സമയത്ത് പൊങ്ങി വരികയും ഇപ്പോൾ തരംഗമായി മാറുകയും ചെയ്തു. ഇതിന്റെ ഇടയിലുള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ വേടൻ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഞാൻ ഈ പാനലിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം എല്ലാ സോഷ്യൽ സ്പേസുകളിൽ നിന്ന് മാറി നിന്നിരുന്നു ഈ ഒരു മാപ്പ് പറച്ചിലോട് കൂടിയിട്ട്. പിന്നെ അദ്ദേഹം ഇതൊന്ന് ഒതുങ്ങിയതിനു ശേഷം ഈ മാപ്പ് പറച്ചിൽ ഉൾപ്പെടെ പിൻവലിക്കുകയാണ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ. അപ്പൊ അത് എത്രമാത്രം ആത്മാർത്ഥമായിരുന്നു, ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ വരുന്നത്, ഈ കഴിഞ്ഞിടക്കും കൂടെ ഞാൻ കണ്ടു ഒരു സംഘടന അദ്ദേഹത്തിന് ദ ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് അവാർഡ് കൊടുത്ത് ആദരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു മനുഷ്യനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായി വന്ന് അവരുടെ ശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അവരുടെ ഒത്തിരി പേരുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന, അതേ കാരണം കൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു പാട്ടുകാരൻ എന്നതിനേക്കാൾ, റാപ്പർ എന്നതിനേക്കാൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആരാധന തോന്നിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പാസ്റ്റിൽ നടത്തിയ റേപ്പ് പോലെയുള്ള അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ക്രൈമിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യാത്തത് എന്ന് എനിക്ക് ശരിക്കും ഒരു കൺസേൺ ഉണ്ട്. ഹലോ, അദ്ദേഹം ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹം ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് എനിക്ക് ഉൾപ്പെടെ ബഹുമാനമുള്ള നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന അതിന്റെ അതിജീവനത്തോടു കൂടി അദ്ദേഹം ചെയ്യുന്ന ഒരു ഡാമേജ്, അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ദ്രോഹമാണ് അത് എന്നുള്ളൊരു ഒപ്പീനിയൻ കൂടി എനിക്കുണ്ട്. തീർച്ചയായും ചർച്ച അവസാന ഘട്ടത്തിലാണ്. പക്ഷേ ദിനുവയിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെട്ടാൽ നിയമപരമായ നടപടികളുണ്ട്. കുറ്റാരോപിതന് മുമ്പിൽ നിയമപരമായ ഓപ്ഷൻസ് ഉണ്ട്. അയാൾ സ്വയം അയാളുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ വഴി. അതിനപ്പുറത്ത് വലിയ ഫാൻ ബേസ്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ കുറ്റകൃത്യം ചെയ്തിട്ടില്ല, ഇയാളെ വേട്ടയാടുകയാണ് എന്ന് വാദിക്കുന്നതിൽ കാര്യമുണ്ടോ? അങ്ങനത്തെ ഈ ആൾക്കൂട്ടത്തിന്റെ പ്രഷർ ഇതുപോലെയുള്ള കേസുകളെ ദോഷകരമായി ബാധിക്കില്ലേ? വളരെ കൃത്യമായി ദേവിക സംസാരിച്ച എല്ലാ കാര്യത്തിനോടും എനിക്ക് പൂർണ്ണമായ യോജിപ്പ് തന്നെയാണുള്ളത്. ഇവിടെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ച ആയതുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് മാത്രം ആ വിഷയത്തെ ചുരുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ബ്രോഡറായി സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ദേവിക നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന അതിജീവിതകളിൽ 2 പേർ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. സെക്ഷൽ വയലൻസ് ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അതൊരു കമ്മ്യൂണിറ്റിയുടെ രക്ഷാകവചം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളത് എല്ലാ കാലത്തും ഉറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള നിലപാട് തന്നെയാണ്. ഇവിടെ ചോദിച്ച പോലെ തന്നെ വേടനിന്ന് വന്നുകൊണ്ട് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വേട്ടയാടുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ. റോങ്ഫുൾ ആയിക്കൊണ്ട് കേസുകൾ ഉണ്ടാവുന്നുണ്ട് എന്നും റോങ്ഫുൾ ആയിക്കൊണ്ട് പല ആളുകളെയും കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ആ വ്യക്തി തന്നെ തുറന്നു പറഞ്ഞൊരു സ്ഥിതിക്ക് മറ്റു രീതിയിലുള്ള രക്ഷാകവചങ്ങളുടെയും ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ ഒരു വിഷയത്തിൽ എത്രത്തോളമാണോ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉള്ളത്, ആ ക്വാണ്ടിറ്റിക്ക് അപ്പുറമുള്ള ബ്ലെയിമിങ്ങുകളും ഉണ്ടാകരുത് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിങ് കൃത്യമായി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അമിതമായ ബ്ലെയിമിങ്ങിലേക്ക് പോകരുത്. ഈ വ്യക്തികൾക്ക് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിന്റെ ഭാഗമായി തിരിച്ച് സമൂഹത്തിൽ വരാനും കുറ്റം കൃത്യമായി മനസ്സിലാക്കാനും അതിൽ നിന്ന് ആത്മാർത്ഥമായ മാറ്റം വരാനുമുള്ള അവസരം കൂടി ലഭ്യമാകേണ്ടതാണ്. തീർച്ചയായിട്ടും അതാണ് കൃത്യമായ പോയിന്റ്. നമുക്ക് ആ പോയിന്റിൽ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.